ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദേ വിഷുവാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു. ഇന്നിപ്പോൾ ദേ ഇവിടെ ചേച്ചിയും പിള്ളേരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് സൗണ്ടുകളൊക്കെ കേൾക്കാം. രാവിലെ ദേ എഴുന്നേറ്റു, അപ്പോൾ കണിയൊക്കെ കണ്ടു കേട്ടോ. കണിയൊക്കെ കണ്ടതിന് ശേഷം കണിയിൽ വെച്ച സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിരുന്നു. പിന്നെ ദേ പിള്ളേരൊക്കെ ദേ കളിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ പിള്ളേരും പിന്നെ എൻ്റെ ആൻറ്റിയുടെ പിള്ളേരും പിന്നെന്താ ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടില്ലായിരുന്നു. എൻ്റെ ചേച്ചിയും ചേട്ടൻ്റെ പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ദേ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിന് ഞാൻ ദേ അകത്ത് പായസം ഉണ്ടാക്കാനുള്ള തിരക്കാണ് കേട്ടോ. പായസം നമ്മൾ സേമിയ പായസമാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ദേ സേമിയ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ സേമിയ പായസത്തിനകത്ത് കശുവണ്ടി മാത്രമാണ് കേട്ടോ ഇടുകയുള്ളൂ. മുന്തിരി ഇടുന്ന ഇഷ്ടമില്ല കേട്ടോന്നേ. പിന്നെ ദേ അതൊക്കെ കഴിഞ്ഞ് ദേ പിള്ളേരെല്ലാവരും കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അവൾ സ്കൂളിൽ കളിച്ച് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ദേ ചേച്ചി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നു. അപ്പോഴത്തേനും ദേ പിള്ളേരൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടോന്നേ. അവൾ സ്കൂളിൽ കളിച്ച എക്തോത്തി എന്നുള്ള പാട്ടിൻ്റെ ഡാൻസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ അത് സൈഡിൽ നിന്ന് കുറച്ച് നേരം അവർ കളിക്കാമെന്ന് കണ്ടപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാട്ട് വെക്കാത്തതിനാന്ന് ചോദിച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് കാണിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പാട്ട് ആഡ് ചെയ്യാത്തത്. അപ്പോൾ ദേ അവൾ കാണിക്കുന്ന കണ്ടുകൊണ്ട് എല്ലാവരും കളിക്കുന്നുണ്ട് കേട്ടോന്നേ. പിന്നെ ഇതേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഫിലിമിന് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതേ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു. ഇതേ അമ്മയും ഫുഡ് എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കഴിച്ചായിരുന്നു കേട്ടോന്നേ. പിന്നെ ഇതേ ഒഴുകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പം ഇത് എൻ്റെ പുതിയ ഡ്രസ്സൊന്നുമല്ല, ഞാൻ എപ്പോഴും പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സൊക്കെ തന്നെയാണ് കേട്ടോ. അതാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നപ്പോൾ പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും എടുത്തുകൊണ്ട് വന്നില്ല. ജസ്റ്റ് ബാഗ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഞാനൊരു മെയിൻ കാര്യം മറന്നുപോയി. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് കൊണ്ടുവരാൻ മറന്നുപോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാതെ പോകുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. പിന്നെ ഇതേ കമ്മലൊക്കെ ഞാൻ മാറിയിടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2:30 ഷോയ്ക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോഴത്തേനും ഇവിടുന്ന് ഒരു 1:15 ബസ്സുണ്ട്. നല്ല വെയിലാണ്. വെയിലത്ത് നടന്ന് കുറച്ച് ദൂരം പോകും. നമ്മുടെ വീടിൻ്റെ അതിലൂടെ ആ സമയത്ത് ബസ്സില്ല. അപ്പോൾ കവല വഴിയേ ബസ്സുള്ളൂ. അപ്പോൾ ഞങ്ങൾ കവല വഴി വരെ നടക്കണം. അപ്പോൾ കുടയൊക്കെ ഉണ്ട്, കുടയൊക്കെ ചൂടി പോകാമെന്ന് ഓർത്തു. അപ്പോഴത്തെ കുളിയൊക്കെ കഴിഞ്ഞാൽ സാധാരണ വിഷുവിന് കുളിയൊക്കെ കഴിഞ്ഞാണ് എല്ലാവരും ആഹാരം കഴിക്കാറുള്ളത്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ കഴിച്ചത്. പെട്ടെന്ന് വോയിസ് ആഡ് ചെയ്തപ്പോൾ മറന്നുപോയി. കുളി കഴിഞ്ഞായിരുന്നോ കഴിച്ചതെന്ന് മറന്നുപോയി. ഞാൻ കുളി കഴിഞ്ഞ് തന്നെയായിരുന്നു കേട്ടോ കഴിച്ചത്. കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ദേ മുടിയൊക്കെ ഞാൻ നനഞ്ഞ മുടിയായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചീപ്പ് കൊണ്ട് ഇങ്ങനെ ഒന്ന് വകഞ്ഞിട്ട് ബാക്കി കൈകൊണ്ട് കോന്തുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചേച്ചി എന്നോട് ഏതാണ്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് ചോദിക്കുന്നത് എന്നാന്ന്. അപ്പം ഇത് തലയൊക്കെ ഈരാണ്. പിന്നെ ഇത് റെഡിയാക്കി കഴിഞ്ഞ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പോരായ്മയുണ്ടെങ്കിലും അതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് ഒരുങ്ങിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളിത് ഇറങ്ങാൻ പോവുകയാണ്. കാരണം അല്ലേ നമുക്ക് ബസ് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഞങ്ങളിത് ഇടവഴി നടന്നു പോവുകയാണ്. നമ്മുടെ അതിലൂടെയുള്ള എപ്പോഴും പോകുമ്പോൾ ഞാൻ കാണിക്കുന്ന ഇടവഴിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ചോദിക്കുവാണ് വീഡിയോ എടുക്കുകയാണോ എന്ന്. അപ്പോൾ പിള്ളേരുടെ കൊച്ചുങ്ങളുടെ കൈ പിടിച്ചാണ് കേട്ടോ ദേവൂട്ടി നടക്കുന്നത്. ദേവൂട്ടിയുടെ ഈ ഉടുപ്പ് പുതിയതാണ് കേട്ടോ. അവൾക്ക് വിഷു കൂടിയായിട്ട് എടുത്തതല്ല, അവൾക്കൊരു ഉടുപ്പ് എടുക്കണം എന്ന് തോന്നി അങ്ങനെ എടുത്തതാണ് കേട്ടോ ദേവൂട്ടിയുടെ ഈ ഉടുപ്പ്. പിന്നെ ഇതേ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്ന്, ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. വിഷു ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ പരിസരത്തെ കടകളിലൊന്നും തുറന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊരു വൈദ്യശാലയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അതായത് ഞങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്തുള്ളൊരു വൈദ്യശാലയാണ്. ഇതാണ് എൻ്റെ സ്കൂള്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂള്. പിന്നെ ഇതേ ബസ്സൊക്കെ വന്നു. ഞങ്ങളിതേ പോവുകയാണ്. വീടിൻ്റെ അവിടെ നിന്ന് പാലായ്ക്ക് ഒരു 20 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ. അതായത് 13 രൂപ അകലം ദൂരമേ ഉള്ളൂ. അപ്പോഴത്തേനും ദേ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ചെല്ലും കേട്ടോ. നമ്മളൊരു 2:30 ഷോയെങ്കിൽ 1:45 ആകുമ്പോൾ ചെല്ലും കേട്ടോ. അപ്പോൾ പാലായിൽ 4 തിയേറ്ററുണ്ട്. അതിൽ പുത്തേട്ടിലായിരുന്നു ആദ്യം പോകാനിരുന്നത്. പുത്തേട്ടിലെ ടിക്കറ്റ് എല്ലാം ഫില്ലാണ്. അതുകൊണ്ട് പിന്നെ ജോസിലോട്ട് വന്ന്, ജോസ് ഞങ്ങൾ പണ്ട് തൊട്ടേ ജോസിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇതേ ജോസിലോട്ട് കയറി പോവുകയാണ്. ആദ്യത്തെ ഷോയ്ക്ക് വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ ചെന്നപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്കാണ് കയറിയത്. അവിടെ ചെന്നപ്പോൾ തന്നെ കുഞ്ഞാപ്പി കുറച്ച് അലമ്പായിരുന്നു, മടിയിലിരുന്ന് ഉറങ്ങിയതിൻ്റെ. പിന്നെ ആയപ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ല. അപ്പോഴത്തേനും കുറേ ആൾക്കാർ വന്നു തുടങ്ങിയിട്ട് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റിലീസിൻ്റെ ഡേ ആയതുകൊണ്ട് തന്നെ റിലീസിൻ്റെ ഡേ വെച്ച് നോക്കുമ്പോൾ വലിയധികം തിരക്കില്ലായിരുന്നു, എങ്കിലും തിരക്കുണ്ടായിരുന്നു. അപ്പോഴത്തെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഏതോ ഒരു ചേച്ചി എൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോഴത്തേനും അവിടെ കുറച്ച് ലാഗായി കേട്ടോ. അതാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ അവർ പുറകെ വരുന്നുണ്ടോയെന്ന് ഞാൻ നോക്കുമായിരുന്നു കേട്ടോ. കാരണം അവരുടെ കയ്യിലാണ് ടിക്കറ്റ്. ഞാൻ ആദ്യം കയറി പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ, നമ്മുടെ സീറ്റ് എവിടെയാണെന്നൊക്കെ അറിയണ്ടേ. അപ്പം ഞങ്ങൾക്ക് 7 തൊട്ട് 12 വരെയുള്ള സീറ്റുകളായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ കയറി പോവുകയാണ്.
ഒരു ഏകദേശം മിഡിലായിട്ടാണ് കേട്ടോ ഇരിക്കാൻ കിട്ടിയത്. അതുകൊണ്ട് നേരെ ഇരുന്ന് തന്നെ കാണാൻ പറ്റി. കാരണം ഫ്രണ്ടിലോട്ടൊന്നും സീറ്റ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ കയറി ഇരുന്നു. വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് ഫുഡൊക്കെ മേടിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ കയറി. കഴിക്കാനുള്ളതൊക്കെ മേടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ, കയ്യിലുണ്ടായിരുന്നു. കൊച്ചുങ്ങൾക്കൊക്കെ സ്നാക്സൊക്കെ മേടിച്ചുകൊണ്ടാണ് കയറിയത്. അപ്പോൾ അല്ല പിന്നെ അവർ വഴക്കുണ്ടാക്കത്തില്ലേ, അതുകൊണ്ട് അതെല്ലാം മേടിച്ചുകൊണ്ടാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഇത് അകത്ത് കയറിയപ്പോഴേ ചെറിയൊരു മ്യൂസിക്കൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കേട്ടോണ്ടിരിപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും സിനിമ തുടങ്ങി. നല്ല സിനിമയായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഈ വോയിസിൻ്റെ ഇടയ്ക്ക് വേറെ സൗണ്ടുകളൊക്കെ കേൾക്കാം. പിള്ളേർ ഇവിടെ ഉണ്ട് കേട്ടോ, അലമ്പാണ്. അപ്പം വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ ഒത്തിരി ഇതായി പോകത്തില്ലേ, അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ദേ സിനിമയൊക്കെ തുടങ്ങി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റായിപ്പോയി സിനിമയിൽ നടന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ സിനിമയ്ക്കകത്ത് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല സിനിമയായിരുന്നു കേട്ടോ. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് പാർട്ടിനുള്ള ഇതുണ്ട്. സെക്കൻഡ് പാർട്ട് വരട്ടെ. സെക്കൻഡ് പാർട്ട് വരുമ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടും കൂടെ പോയി കാണാം. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു പാട്ടുമാണ്. ആ പാട്ടും ഞാനിങ്ങനെ ആസ്വദിച്ച് തന്നെ കണ്ടു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ആണല്ലോ ആദ്യം റിലീസായത്. അപ്പോൾ പാട്ട് ഓൾറെഡി കേട്ടതുകൊണ്ട് സിനിമ ഇറങ്ങുമ്പോൾ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ റിലീസിൻ്റെ തന്നെ കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. ചേച്ചിയും പിള്ളേരൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റി. അത് വളരെ വളരെ സന്തോഷമായി. പിന്നെ ചേട്ടായി ഇല്ലായിരുന്നു കേട്ടോ. ചേട്ടായിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ചേട്ടായിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ വന്നതിന് ശേഷം ഞാൻ ചേട്ടായിക്ക് കഥ പറഞ്ഞ് കേൾപ്പിച്ചു. ചേട്ടായി എന്നെ അപ്പോൾ കേൾക്കാതെ കുറച്ച് നേരം ഇരുന്നെങ്കിലും കഥയൊക്കെ കേട്ടു. കാരണം ചേട്ടായിക്ക് പിന്നെ അത് പോയി കാണാൻ വേണ്ടിയുള്ളതായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടും എനിക്ക് പറയാനുള്ളൊരു ആഗ്രഹം കൊണ്ടും ചേട്ടായോട് എല്ലാം പറയുന്നതാണല്ലോ, അതുകൊണ്ട് എനിക്ക് പറയാൻ തോന്നിയിട്ട് ഞാൻ ചേട്ടായോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒരു സിനിമയുടെ ഒരു ചുരുക്കം ഞാൻ ചേട്ടായിക്ക് കൊടുത്തു. പിന്നെ അതേ കുറേ ലാസ്റ്റത്തെ ഒരു സ്റ്റണ്ട് സീനും ഞാൻ കുറച്ച് നേരം പിടിച്ചായിരുന്നു കേട്ടോ. നമുക്ക് ഒത്തിരി അങ്ങനെ ഫോണും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ തിയേറ്ററിൻ്റെ അടുത്ത്. അപ്പോഴത്തേനും ടോവിനോ നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ അതിനകത്ത്. ടോവിനോടെ അതേ പൃഥ്വിരാജിനെ ലാസ്റ്റ് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ലാസ്റ്റ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടോവിനോ ഒരു അമ്പും പൃഥ്വിരാജ് ഒരു ഗൺഷൂട്ടും നടത്തുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ വന്ന് സംഗമിക്കുന്നിടത്താണ് നമ്മുടെ സിനിമ തീരുന്നത്. അപ്പോഴത്തേനും അങ്ങനെ തീരുന്ന സമയം നമുക്ക് എഴുതി കാണിക്കുകയാണ്. ബാക്കി കാണുമായിരിക്കും. പിന്നെ ദേ ഞങ്ങൾ പാലായിൽ ബസ് കയറാൻ വേണ്ടി വന്നു. അപ്പോഴത്തേക്ക് കടലയൊക്കെ മേടിച്ചു. പിന്നെ ദേ അവിടുന്ന് ബസ്സിൽ കയറി വേറൊരു കടയിലും കൂടെ കയറി. പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പാലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കടയിലും കൂടെ കയറി. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ബസ്സൊന്നുമില്ല പോകാൻ. വിഷുവൊക്കെ ആയതുകൊണ്ട് ബസ് നന്നേ കുറവാണ്. അപ്പോഴത്തേക്ക് കടകളും കുറവാണ്. ചില ബേക്കറികൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. പിന്നെ ദേ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഭരണങ്ങാനത്ത് നിന്നാണ് കേട്ടോ ഓട്ടോ വിളിക്കുന്നത്. ഓട്ടോ വിളിച്ച് വീടിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നല്ലൊരു ദിവസമായിരുന്നു. നല്ല ഹാപ്പിയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വിഷു നല്ലൊരു വർഷമായിരിക്കട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.